ചാനൽ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഇൻസ്റ്റാ ഐഡി ലിങ്ക് അറിയുന്നതാണ്. അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഇഷ്ടമുള്ള ഫ്രണ്ട്സ് റെക്കമെൻഡ് ചെയ്യാനും വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ എന്തൊരു ട്രഡീഷണൽ ആർട്ട് വർക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഗുജറാത്തിലുള്ള വില്ലേജ് ലേഡീസ്, കച്ച് എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ വില്ലേജ് ലേഡീസ് ചെയ്യുന്ന ഒരു ആർട്ട് വർക്കുമായിട്ട് വന്നിരിക്കുന്നത്. കുറേ ഇട്ടിരിക്കുന്നതാണ് ഞാൻ ചെയ്ത ആർട്ട് വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. പേരെന്ന് പറഞ്ഞിരിക്കുന്നത് ലിപ്പൻ ആർട്ട് വർക്ക് എന്നാണ്. ഇപ്പം ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ട് വർക്കാണിത്. അപ്പോൾ നമുക്കിത് 3D ഔട്ട്ലൈൻ വെച്ചാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അത് കേക്ക് ബോർഡിലാണ് ചെയ്തിരിക്കുന്നത്. സാധാരണ ഇത് യൂസ് ചെയ്യുന്നത് നമ്മൾ കൗഡങ്ങ് അതുപോലെ തന്നെ മഡൊക്കെ വെച്ച് ഇളക്കി കുഴച്ച് വെച്ചൊരു മിശ്രിതമാണ് നമ്മളിതിന് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ 3D ഔട്ട്ലൈൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു പാറ്റേൺ ഒക്കെ വരച്ച് മിറേഴ്സ് ഡെക്കറേറ്റീവ് മിറേഴ്സ് ഒക്കെ വെച്ച് അടിപൊളിയാക്കി വാൾ ഹാങ് സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എന്താണ്, നമ്മളിതിൽ അല്ലാതെ നമ്മൾ എടുക്കുന്ന ക്ലേയും ചോക്ക് പൗഡർ, ഡെക്കറേറ്റീവ് മിറേഴ്സ്, MDF ബോർഡിലൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം എൻ്റെ ആ ബോർഡ് കാര്യങ്ങളൊന്നും ഇല്ല. ഉള്ള ബോർഡ് ഞാനത് വരച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബോർഡൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പം ഇതുപോലത്തെ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊക്കെ ഇത് വരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ആർട്ട് വർക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഞാൻ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഞാൻ ഇതുപോലെ ഒരു കേക്കിൻ്റെ ബോർഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. ബോർഡ് എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ആദ്യം ഞാനൊരു വയലറ്റ് കളർ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്തു. അപ്പോൾ ഞാൻ കേക്കിൻ്റെ ബോർഡ് ആയതുകൊണ്ട് നമുക്ക് അത്രയും എല്ലാ സ്പേസും ജസ്റ്റ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുറച്ച് യെല്ലോ കളറും അതുപോലെ തന്നെ റെഡ് കളറും ഒക്കെ ഇട്ട് നല്ല രീതിയിലൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തു. അപ്പോൾ ആ സ്പേസൊക്കെ ജസ്റ്റ് ഒന്ന് ഫില്ലായി. ഒരു മെറൂൺ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏത് കളർ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. കളർ അടിച്ചില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ജസ്റ്റ് ഒരു സ്പോഞ്ച് വെച്ചിട്ട് ഞാനതൊന്ന് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്നൊന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പാറ്റേൺ പോലെ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ട് ഞാൻ സ്പോഞ്ച് വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഉണക്കിയെടുക്കുകയാണ്, പെട്ടെന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇത് ഉണങ്ങാൻ ഏകദേശം ഒരു ദിവസമൊക്കെ എടുക്കും നല്ല രീതിയിൽ ഉണങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ജസ്റ്റ് ഡിസൈൻസൊക്കെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ് പെൻസിൽ വെച്ചിട്ട്. അപ്പോൾ നമുക്ക് ഡിസൈൻ പേപ്പർ വരച്ചിട്ട് നമുക്കത് ട്രേസ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് വരയ്ക്കും. അപ്പോൾ ഞാനിവിടെ ഡിസൈൻസൊക്കെ വരച്ചിട്ട് മണ്ടാല ആർട്ട് പോലത്തെ ഒരു ആർട്ട് വർക്കാണിത്. പിന്നെ ഞാനിത് മിറേഴ്സൊക്കെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പം ഞാനാണെങ്കിൽ സത്യം ക്ലേ ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി നോക്കി. പക്ഷേ എനിക്ക് കറക്റ്റ് പ്രപ്പോർഷൻ കിട്ടാത്തതുകൊണ്ട് അത് സത്യം വെള്ളം പോലെ ആയിപ്പോയി. അപ്പം ഞാൻ കോണിലൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും അതിങ്ങനെ വെള്ളം പോലെയായിരുന്നു വരുന്നത്. അപ്പം ഞാൻ പിന്നെ ആ ഒരു ശ്രമം ഞാനങ്ങ് ഉപേക്ഷിച്ചു. പിന്നെ എനിക്ക് തോന്നുന്നു 3D ഔട്ട്ലൈനർ വെച്ച് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ ഞാൻ 3D ഔട്ട്ലൈനർ എടുത്തിട്ട് വൈറ്റും ഒരു യെല്ലോ കളറുള്ള 3D ഔട്ട്ലൈൻ ജസ്റ്റ് എടുത്തിട്ട് ആ ഒരു സ്പേസ് മൊത്തം ഞാനിങ്ങനെ അടിച്ചു കൊടുക്കുകയാണ്. അപ്പം വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിത് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഒത്തിരി അധികം സമയമൊന്നും എടുക്കത്തൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഉണങ്ങാൻ കുറച്ച് സമയം പിടിക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അതുപോലെ ജസ്റ്റ് ഒന്ന് എല്ലാം വരച്ചു കൊടുത്ത് നമ്മുടെ ആ ഒരു ആർട്ട് വർക്ക് ഇവിടെ സെറ്റായിട്ടുണ്ട്. അതിന് ജസ്റ്റ് വോൾ ഹാങ്ങിൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് തൊങ്ങലൊക്കെ വേണം. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുത്ത് നൂലിലൊക്കെ ഇട്ട് അത് ജസ്റ്റ് ഒന്ന് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പം കുറച്ച് മുത്തുകളൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ അടിപൊളി വോൾ ഹാങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാനിതൊരു സൂചി വെച്ചിട്ടാണ് കയറ്റിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആർട്ട് വർക്കാണിത്. അപ്പോൾ നിങ്ങളും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.